വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. പുകയില ഉപയോഗിക്കുന്നതിൻ്റെ അപകടങ്ങൾ, പുകയില കമ്പനികളുടെ വ്യാപാര രീതികൾ, പുകയില ഉപയോഗത്തിനെതിരെ പോരാടാൻ ലോകാരോഗ്യ സംഘടന എന്താണ് ചെയ്യുന്നത്, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അവരുടെ അവകാശം നേടിയെടുക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് വാർഷികാചരണം പൊതുജനങ്ങളെ അറിയിക്കുന്നു. ആരോഗ്യത്തിനും ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിനും ലോകാരോഗ്യ സംഘടനയുടെ അംഗരാജ്യങ്ങൾ 1987 ലോക പുകയില വിരുദ്ധ ദിനം രൂപീകരിച്ചത് പുകയില മൂലം മരണത്തിലേക്കും രോഗങ്ങളിലേക്കും ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതിനാണ്. പുകയില ഉപയോഗിക്കുന്നതിൻ്റെ വ്യാപകമായ വ്യാപനത്തിലേക്കും ആരോഗ്യപരമായ പ്രതികൂല ഫലങ്ങളിലേക്കും ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടും നിലവിൽ ഓരോ വർഷവും 8 ദശലക്ഷത്തിലധികം ആളുകൾ ഇതുമൂലം മരണത്തിലേക്ക് നയിക്കുന്നു. 275 ദശലക്ഷം പുകയില ഉപഭോക്താക്കളുള്ള ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുകയില ഉപഭോഗ രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്ത് വ്യാപകമായ ആസക്തി തടയാൻ സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ഒരു പുകയില നിർത്തൽ ഹെൽപ്പ് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന 2024 പ്രമേയം പുകയില ഉപയോഗത്തിനെതിരായ പോരാട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആഗോള സർവേകൾ സൂചിപ്പിക്കുന്നത് 13 മുതൽ 15 വയസ്സ് പ്രായമുള്ള കൗമാരക്കാർക്കിടയിൽ പുകയിലയുടെയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം വർദ്ധിക്കുന്ന പ്രവണതയാണ് ഉള്ളത്. അമിത ഉപയോഗം മൂലം ഇതിനോട് ആസക്തി കൂടുകയും അതുമൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. ഇതിനെതിരെ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കാം. വരും തലമുറയ്ക്ക് ആരോഗ്യകരമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം.